ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ കനകക്കുന്ന് ലൈറ്റ് കാണൽ വ്ളോഗ്. പുറത്തേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും പ്ലാൻ എ, പ്ലാൻ ബി അങ്ങനെ എല്ലാം കാണും. പക്ഷേ ട്രിവാൻഡ്രംകാരുടെ പ്ലാൻ എയും പ്ലാൻ ബിയും കനകക്കുന്നിൽ ലൈറ്റ് കാണൽ മാത്രമാണ്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു സൂചി വെക്കാൻ പോലുള്ള ഇടയില്ലാതെ അത്രയ്ക്കും ബ്ലോക്കാണ് അവിടെ ഉള്ളത്. സ്കൂട്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും. കാറാണെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഇല്ല. പിന്നെ കുറേ ദൂരം നടക്കുകയാണെങ്കിൽ ലൈറ്റ് ഫുൾ ലൈറ്റാണ്. ഇതെല്ലാം കണ്ട് നടക്കാൻ പറ്റും. ശരിക്കും ഡിസംബർ മാസത്തിൽ കനകക്കുന്ന് എത്തുമ്പോൾ തന്നെ നല്ല ഒരു വൈബ് ഫീൽ ചെയ്യും. ചുറ്റും പച്ചപ്പും തുറന്ന ഇടങ്ങളും അതിനൊപ്പം സീസൺ ഡെക്കറേഷൻസും ചേർന്ന് സ്ഥലം മുഴുവൻ ഒരു ലൈവ്ലി ആയിട്ട് തോന്നും. ഇതാണ് നമ്മുടെ ജിങ്കിൾ ബെല്ലിന്റെ വണ്ടി. ഈ കാണുന്ന തിരക്കെന്ന് പറയുന്നത് കൗണ്ടറിലേക്കുള്ള തിരക്കാണ്. ഇവിടെ ഇനി വരാനിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ക്യാഷ് കയ്യിൽ കരുതിയാൽ നിങ്ങൾക്ക് ക്യൂ നിൽക്കാതെ തന്നെ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും. ഗൂഗിൾ പേ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാലും ആ ടിക്കറ്റ് കിട്ടൂല. അങ്ങനെ തലേ ദിവസം ഫ്രണ്ട്സിനോട് പോയതുകൊണ്ട് സാൻഡു ഏട്ടൻ എന്തായാലും ആ ഒരു ട്രിക്ക് മനസ്സിലാക്കി നമ്മൾ ക്യാഷ് കയ്യിൽ കരുതിയാണ് പോയത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അകത്ത് കയറാൻ പറ്റി. അകത്ത് ഫുള്ള് ലൈറ്റിംഗ് ആയിരുന്നു. ഇങ്ങനെ ഓടുന്ന ലൈറ്റ്, ചാടുന്ന ലൈറ്റ്, അതുപോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിന്റെ ചുറ്റും ലൈറ്റാണ് ഇവിടുത്തെ മെയിൻ കഥാപാത്രം. ഇതാണ് ഞാൻ പറഞ്ഞ ഓടുന്ന ലൈറ്റ്. ഇത് കണക്കത്തെ ഒരുപാട് ലൈറ്റ് ഉണ്ട് ഈ കുമ്പാരത്തിന്റെ അകത്തൂടെ. ശരിക്കും ആ സമയത്ത് നല്ലൊരു ഫീലാണ് കേട്ടോ. നല്ലൊരു DJ പോലെയൊക്കെ നമുക്ക് തോന്നും. എന്തോ ഇഷ്ടമാണ് നമുക്ക് അവിടെ ചെല്ലാൻ. അതുപോലെ തന്നെ ഈ ഒരു ഡ്രാഗൺ, അതായിരുന്നു ഇവിടുത്തെ ഈ ഒരു വർഷത്തെ സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഡ്രാഗൺ ആയിട്ടാണ് തോന്നി. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ആ ട്രിവാൻഡ്രം ഫുൾ എനിക്ക് വേറെ ജില്ല സംസ്ഥാനത്തുള്ള ആൾക്കാർ വരെ അവിടെ ഉണ്ടായിരുന്നു. കാരണം പല ഭാഷകൾ അവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. ക്രിസ്മസിന് നൈറ്റ് ഔട്ടിന് പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് കനകക്കുന്ന് എന്ന് പറയുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ മെയിൻ ആയിട്ട് എല്ലാവരും വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫി എടുക്കുക, അല്ലെങ്കിൽ ഫോട്ടോസ്, നല്ല നല്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ തള്ളി ഉന്തിക്കേറി പോകുന്നതാണ് ഇഗ്ലു. തണുത്ത് വിറച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയത്. ശരിക്കും പറഞ്ഞാൽ ശ്വാസം മുട്ടി ചത്ത് പോകുമായിരുന്നു. 1 മിനിറ്റ് കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് നിന്നിരുന്നെങ്കിൽ. അത്രയ്ക്ക് തള്ളും നല്ല ചൂടുമായിരുന്നു. പിന്നെ കനകക്കുന്നിൽ വന്ന് ഇത്രയും ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ട് ഈ ഇഗ്ലൂവിൽ കയറിയില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഉന്തി തള്ളി കയറി ഒരൊറ്റ സെക്കൻഡിൽ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി. അതിന് തന്നെ വലിയൊരു ക്യൂ ആയിരുന്നു. ഇറങ്ങുന്നവരെല്ലാം പറയുന്നുണ്ട് വളരെ വേസ്റ്റ് ആണ്. എന്നാലും അതല്ലല്ലോ, നമുക്ക് അതിനകത്ത് കയറണമല്ലോ. പക്ഷെ കയറുന്നത് നല്ലത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കയറിയാൽ മാത്രമല്ലേ അത് മോശമായിരുന്നു നമുക്ക് തോന്നുള്ളൂ. അതിനുശേഷം വിശാലമായ ആ ഒരു ഏരിയയിൽ ഓരോ കാര്യങ്ങൾ, അതായത് ആന, കുതിര, മാൻ, ബട്ടർഫ്ലൈ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ വീക്ഷിച്ച് നടക്കുക. ശരിക്കും നടക്കാൻ തയ്യാറായി വേണം നമ്മൾ കനകക്കുന്നിലെത്താൻ. ഇങ്ങനെ നമുക്ക് സെൽഫി വീഡിയോസ് ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ആൾക്കാർ ഇങ്ങനെ കൊതിപ്പിക്കാം. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകും എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന്. അതുവരെ എല്ലാവരും ഇങ്ങനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ജിങ്കിൾ ബെല്ലിന്റെ വണ്ടി നേരത്തെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ഇതിന്റെ യഥാർത്ഥ പേരൊന്നും എനിക്കറിയില്ല. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അകത്ത് കയറി ഇരിക്കാൻ പറ്റില്ല. വേറെ ഒരു സ്ഥലത്ത് പോയപ്പം അങ്ങനെ കയറി ഇരുന്നുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റി നമുക്ക്. അങ്ങനെ നമ്മുടെ ആഗ്രഹം അത് സബലീകരിച്ചു. പക്ഷെ കനകക്കുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മണ്ടയിലൊന്നും കയറാൻ പറ്റില്ല. ശരിക്കും താഴെ പോലും ഇറങ്ങാൻ പറ്റില്ല. അവിടെ ഫുള്ള് വള്ളി കെട്ടിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ വളരെ അനുസരണയുള്ള ആൾക്കാരായതുകൊണ്ട് അതൊക്കെ പൊക്കെയാണ് നമ്മൾ കയറുന്നത്. ഞങ്ങൾ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ട് തീരാറായി. എന്നിട്ടും താഴോട്ട് നോക്കൂ, വൻ ജനാവലിയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരെല്ലാവരുടെയും കയ്യിൽ ഗൂഗിൾ പേ മാത്രമായിരിക്കും, ക്യാഷ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഊന്നി പറയുന്നത്, പോകുന്നവരെല്ലാവരും ക്യാഷ് കയ്യിൽ കരുതി വേണം പോകാൻ. ഇല്ലെങ്കിൽ ഒരു നാളും നമുക്ക് ആ ടിക്കറ്റ് കിട്ടില്ല. അത്രയ്ക്ക് ഈ കാണുന്നതെല്ലാം ഫുൾ ക്യൂ ആണ്. പിന്നെ കുറെ പേര് ഫോട്ടോ എടുക്കാനും അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ആ ജിങ്കിൾ ബെല്ലിന്റെ വണ്ടി നല്ല ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ ട്രിവിയൻസിന്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ കനകക്കുന്ന്. കാരണം ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും എല്ലാം തന്നെ ഇതുപോലെ ഫുൾ കളറിങ്, ലൈറ്റിംഗ്, അലങ്കാരപ്പണികൾ എല്ലാമായി നമ്മളെ ഫേമസ് ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു കനകക്കുന്ന്. അപ്പോൾ കനകക്കുന്നിന്റെ കുഞ്ഞു ലൈറ്റ് കാണാൻ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.